ഹായ് ഹലോ. ഇപ്പോൾ രാത്രിയിൽ കിടക്കുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പെട്ടെന്ന് നേരം വെളുക്കുവാണേ. ഒരു ദിവസം എത്ര പെട്ടെന്നാണ് പോണേ. ഇന്ന് രാവിലെ അപ്പുമോന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാവുക. ചീരയും ചോറുമാണ് ഇന്ന് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചത്. ചീര ഇത് ഇന്നലെ അപ്പുറത്തുനിന്ന് ടീച്ചർ കൊണ്ടുവന്നതാണേ. എന്നെ +1 +2 പഠിപ്പിച്ച ടീച്ചറാണ് എൻ്റെ നെയ്ബർ. അപ്പോൾ ഞാൻ ചീരയൊക്കെ അരിഞ്ഞു വെച്ചിട്ട് തോരൻ അരയ്ക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ കറിവേപ്പിലയില്ല. അങ്ങനെ പെട്ടെന്ന് ഓടിപ്പോയി കറിവേപ്പില പറിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചേ. ഇവിടെ ഞാൻ വന്ന സമയത്ത് 2-3 മൂട് കറിവേപ്പില മരം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഒരെണ്ണേ ഉള്ളൂ. ഇതാണെങ്കിൽ അങ്ങ് വല്ലാണ്ടായി. മേളിൽ മാത്രം കുറേ ഇലകൾ നിൽപ്പുണ്ട്. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രണ്ട് തണ്ട് കറിവേപ്പില ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ബോണി. അങ്ങനെ കിട്ടിയ 2-3 തണ്ട് കറിവേപ്പിലയായിട്ട് നേരെ അടുക്കളയിലേക്ക് പോയേ. തോരൻ വെക്കാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഞാനിങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ ചൂടായപ്പോൾ കടുക് പൊട്ടിച്ച് വറ്റൽമുളകിട്ട് സവാളയൊന്ന് ചെറുതായിട്ട് വഴറ്റിയിട്ടതാണ് ചീരയെല്ലാം കൂടി വാരി അതിനകത്തേക്ക് ഇട്ടപ്പോഴേക്കും ഒരാൾ എണീറ്റ് വന്ന് നിൽപ്പുണ്ടേ. ഹായൊക്കെ പറയാൻ പറഞ്ഞപ്പോൾ ചെറിയൊരു മടി പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ആ ചീര വഴന്ന് വന്നപ്പോൾ അതിനകത്തേക്ക് അരപ്പും ഉപ്പും കൂടി ചേർത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെന്താ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ്. പെട്ടെന്നൊരു തട്ടിക്കൂട്ടി ഉപ്പുമാവ് ഉണ്ടാക്കിയെടുത്ത് ഞാൻ മറ്റേത് ക്യാരറ്റ് ബീൻസൊക്കെ ഇടാറുണ്ട്. ഇന്ന് അതൊന്നും ഇട്ടില്ല. എന്നിട്ട് അപ്പുക്കുട്ടന് ചോറിൽ ചീര ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച്, എന്നിട്ട് അപ്പുവിന് ഈ തൈര് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ എടുത്ത് വെച്ചിട്ട് എല്ലാം സെറ്റാക്കി പോകാനായിട്ട് നമ്മൾ റെഡിയായി നിൽക്കുക. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്തോട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്. നാളെ രാവിലെ കാണാം.